മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. നമുക്കിപ്പോൾ ധാരാളമായിട്ട് മാങ്ങ കിട്ടുന്നൊരു സമയമാണല്ലോ, മാങ്ങയുടെ സീസണാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കുഞ്ഞു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ പുറം രാജ്യത്തൊന്നും ഇതുപോലത്തെ കുഞ്ഞു മാങ്ങയൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് വലിയ മാങ്ങ കിട്ടിയാൽ അതൊന്ന് കീറി എടുത്താൽ മതി. എല്ലാ സൈഡും ഒന്ന് കീറി കൊടുത്താൽ മതി. തൊലി കളഞ്ഞ ശേഷം ഈ മാങ്ങ ഞാൻ എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലത്തെ മാങ്ങ നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നാട്ടിലത്തെ ഈ മാങ്ങ വെച്ചിട്ട് തന്നെ തയ്യാറാക്കുകയാണ്. ഇതുപോലെ തൊലി കൈ വെച്ചിട്ടാണ് ശരിക്കും ഇത് ചീന്തി എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ മാങ്ങ മുഴുവനായിട്ട് ഇത് നന്നായിട്ട് പഴുത്ത് വന്നിട്ടില്ല. ഒരു 1/4 ഭാഗത്തിലധികമായിട്ടാണ് പഴുത്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തൊലി ഞാൻ അതുപോലെ ഉരിച്ചെടുക്കാൻ പറ്റണില്ല. കത്തി വെച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് എടുക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങയാണിത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഴുപ്പ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചീന്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നാട്ടിലുള്ളവരും പുറത്ത് താമസിക്കുന്നവരും ഒക്കെ ഈ മാങ്ങ പുളിശ്ശേരി ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നല്ല ചുണയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. 10 മാങ്ങയാണ് ഞാൻ ഇതുപോലെ തൊലി ചീന്തി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ 2 മാങ്ങ നമ്മൾ വേറെ ടൈപ്പാണ്. ഇതുപോലത്തെ കുഞ്ഞു മാമ്പഴമല്ല, വേറെ ഒരു ടൈപ്പായിട്ടാണ് ഇതുപോലത്തെ 2 എണ്ണം ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കി 8 എണ്ണം ചെറുതുമാണ്. 2 തരത്തിലും നമുക്കിത് എടുക്കുകയാണെങ്കിലും പാകം ചെയ്യാം. പിന്നെ ഞാനത് തൊലി കളഞ്ഞെടുത്ത ഈ ബൗളിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ കുറച്ച് ജ്യൂസൊക്കെ ആ ബൗളിൽ വീണിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വേണം ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ മൂടി തുറന്ന് നമുക്ക് ആ വെള്ളത്തിൽ അതിൻ്റെ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പഴുത്ത മാങ്ങയിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ അതിലിങ്ങനെ പറ്റി ചേർന്നിരിക്കും പൊടികൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അത് ആ വെള്ളത്തിൽ കലർത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് സാധനങ്ങൾ എടുക്കാം. 1/2 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 തണ്ട് കറിവേപ്പില, 1 കപ്പ് നല്ല പുളിയുള്ള തൈരാണിത്, 2 ശർക്കര എടുത്തിട്ടുണ്ട്. അതിന് മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാൻ. കൂടുതൽ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ശർക്കരയുടെ എണ്ണം അധികം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ 2 അച്ചാണ് എടുത്തത്. ഇതുപോലെ നന്നായിട്ട് ഇത് തിളച്ച് വരും. ആ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങയ്ക്ക് അത്യാവശ്യം വേവൊക്കെ ഉണ്ട്, പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. കുറച്ച് വെന്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തു. ശർക്കരയുടെ എണ്ണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയൊക്കെ ചെയ്യാം. വീണ്ടും അടച്ചു വെച്ചു. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ബൗളിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പച്ചമുളകും തേങ്ങയും ആ ജീരകം കൂടിയാണ് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. കിട്ടിയാൽ പോരാ, അരച്ച് തന്നെ എടുക്കണം. ഇതുപോലെ അരച്ചെടുത്ത ശേഷം സ്പൂണ് വെച്ച് നമ്മൾ ഇളക്കി നോക്കിയാൽ നമുക്കറിയാം ഏകദേശം അരഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ. അങ്ങനെ നന്നായി അരഞ്ഞ ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരൊറ്റ കറക്കാണ് നമ്മൾ ചെയ്യാവൂ. മിക്സിയുടെ ജാറിലിട്ടിട്ട് കൂടുതൽ പതച്ചത് മോരാക്കി എടുക്കരുത്. ഒരൊറ്റ പ്രാവശ്യം അതൊന്ന് തിരിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള മാങ്ങയുടെ സ്ഥിതി നോക്കാം.
ഏകദേശം അത് 1/4 ഭാഗത്തോളം വെന്തു എന്ന് കണ്ട ശേഷം 1/2 ടീസ്പൂൺ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര മുഴുവനായിട്ടൊന്നും അലിഞ്ഞിട്ടില്ല, അത് നമുക്ക് അലിയിച്ചെടുക്കണം. അലിയാതെ ഇങ്ങനെ അച്ചായിട്ട് കിടക്കരുത്. നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എങ്ങാനും അലിഞ്ഞു പോയിട്ടില്ലെങ്കിൽ. വീണ്ടും ഞാനത് അടച്ചു വെച്ചു. ശർക്കരയും നെയ്യും നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളും എല്ലാം കൂടി ഒന്ന് തിളച്ച് യോജിപ്പായി കിട്ടണം. തുറന്നു നോക്കാം. കണ്ടില്ലേ, ഇപ്പം മൊത്തമായിട്ട് നമുക്കതിൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വിചാരിച്ചാൽ അതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം വറ്റി കിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് തുറന്ന് തന്നെ വയ്ക്കാം. ഏകദേശം ഇത് തുറന്ന് ഒരു 5-10 മിനിറ്റ് നേരം ഒന്നും കൂടി തിളച്ച് ഇതുപോലെ കുറുകി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇത്ര മതി. ഇപ്പോൾ ഏകദേശം നമുക്ക് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഈ അരപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, വളരെ കമ്മിയാണ് തോന്നുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് അത്രയും മതി. നമ്മളെടുത്ത വെള്ളം പാകമാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയൊന്ന് തിളച്ചോട്ടെ. തിളച്ചാലും നമുക്ക് ഈ മോര് പിരിഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കറക്കിയെടുത്തതുകൊണ്ട് നമുക്ക് മോര് പിരിഞ്ഞു പോവില്ല. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2-3 മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയുടെ 2 തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിലത്തെ ഒരു തണ്ട് ഇതിൽ താഴ്ത്തി കൊടുക്കാം. നമ്മൾ ഇല വേറെ ആക്കിയിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ അടച്ചു വെച്ചു. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ചെറിയ ടീസ്പൂണ് നെയ്യിലാണ് വറുത്തിട്ട് കൊടുക്കേണ്ടത്. നല്ല അപാര രുചിയാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക്. നെയ്യിൽ വറുത്തിടുകയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നെയ്യ് ചൂടായ ശേഷം കടുക് ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം 3 വറ്റൽമുളകാണ് ഞാനിതിലേക്ക് പൊട്ടിച്ച് ചേർക്കണത്. അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇലയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് നമ്മളെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ തവി കൊണ്ട് ഇളക്കാതെ ഒരു 15 മിനിറ്റോളം തണുക്കണ വരെ ഇങ്ങനെ വെക്കണം. അതിന് ശേഷം വേണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ. നന്നായി തണുത്ത ശേഷമാണിത് നമുക്ക് വെള്ളമൊക്കെ പാകത്തിന് കുറുകി കിട്ടുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യേണ്ട രുചിയേറിയ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. പുളിശ്ശേരി തയ്യാറായ ശേഷം വീണ്ടും നമ്മൾ 10-15 മിനിറ്റ് നേരം തണുക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറുകി എൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും. ഈ മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 2-3 ദിവസമായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട്